നമസ്തേ, എൻ്റെ പേര് ഡോക്ടർ ടിക്സൺ. ഞാൻ അപ്പോളോ ഡെലക്സ് ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റാണ്. ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷനെ കുറിച്ചിട്ടാണ്. യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ സാധാരണ നമ്മൾ യൂട്രസിലുണ്ടാകുന്ന, ഗർഭാശയത്തിലുണ്ടാകുന്ന ഫൈബ്രോയിഡ്, അഡിനോമയോസിസ് തുടങ്ങിയ മുഴകളെ ചികിത്സിക്കാൻ വേണ്ടി മിനിമലി ഇൻവേസീവായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഗർഭാശയത്തിൻ്റെ സപ്ലൈ ചെയ്യുന്ന രക്തധമനിയിലോട്ട് വളരെ ചെറിയ ഒരു സൂചി പങ്ക്ചറിലൂടെ ഒരു കത്തീറ്റർ കടത്തിവിടുകയും ആ ആർട്ടറി, ഫൈബ്രോയിഡ് സപ്ലൈ ചെയ്യുന്ന രക്തധമനിയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ചെറിയ തന്മാത്രകൾ ആ കാത്തീറ്ററിലൂടെ കടത്തി വിട്ടിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് പ്രൊസീജിയർ. അത് സാധാരണ ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ടാണ് ചെയ്യുക. രാവിലെ വന്ന് നമ്മൾ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്ത് കാത്ത് ലാബിൽ കൊണ്ടുപോയി ഒരു ലോക്കൽ അനസ്തീഷ്യ പ്രൊസീജിയറാണ്. ജനറൽ അനസ്തീഷ്യയോ സർജറി അതൊന്നുമില്ലാതെ ലോക്കൽ അനസ്തീഷ്യയിലൂടെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഈവനിങ്ങോടുകൂടി പ്രൊസീജിയർ കഴിഞ്ഞൊരു പ്രൊസീജിയർ സാധാരണ ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കും. അതിനുശേഷം വൈകിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിടും. സാധാരണ ഈ പ്രൊസീജിയറിൻ്റെ സമയത്ത് ചെറിയൊരു വയറുവേദന ഉണ്ടാകാം. പ്രൊസീജിയർ കഴിഞ്ഞ് 1-2 ദിവസം ചെറിയൊരു പനിയോ ചെറിയ ഛർദിൽ പോലെ തോന്നുന്നു, അതൊക്കെ ചെയ്യാം. പക്ഷെ അത് കൂടാതെ വളരെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വേറെ പ്രൊസീജിയർ സംബന്ധമായിട്ടൊന്നും ഉണ്ടാകില്ല. ഇതിന് പ്രധാനമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഒരു ഫൈബ്രോയിഡ് മുഴകൾ കാരണമുള്ള സിംറ്റംസ്, ആർത്തവചക്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കൂടുതൽ ബ്ലീഡിങ്, അതേപോലെ പ്രഷർ സിംറ്റംസ്, യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യാൻ തോന്നുന്ന ആ സിംറ്റംസ് എല്ലാം ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് ചുരുങ്ങുമ്പോൾ ഒരു 1-2 മാസത്തിനുള്ളിൽ ഭേദപ്പെടുകയും ഫർദറായിട്ട് അത് ഈ ഫൈബ്രോയിഡ് കാരണമുള്ള പ്രയാസങ്ങൾ കുറയുകയും ചെയ്യും. ഇതിൻ്റെ റിസ്കുകൾ വളരെ ചില ആളുകൾക്ക് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർത്തവ ചക്രത്തിൽ അതിൽ ചെറിയൊരു വ്യതിയാനങ്ങൾ വരാം, ചിലപ്പോൾ മെനോപോസ് വരാം. അങ്ങനെ ചെറിയ റിസ്കുകളുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും വളരെ സേഫായിട്ട് മിനിമലി ഇൻവേസീവായിട്ട് യൂട്രൈൻ ഫൈബ്രോയിഡ്സിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ. താങ്ക് യു.